ഇറാൻ ഉപരോധം ശക്തമാക്കി അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS ജോർജ് വാഷിംഗ്ടൺ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചു. ഇറാൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധം അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്ന് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു. പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലായ അബ്രഹാം ലിങ്കനുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ US സെൻട്രൽ കമാൻഡ് തള്ളി. US വിമാനവാഹിനി കപ്പലായ ജോർജ് വാഷിംഗ്ടണാണ് പുതുതായി പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചത്. US നാവികസേനയുടെ ഉരുക്കുമതിൽ മറികടക്കാൻ ഇറാനാവില്ലെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞു. ഉപരോധത്തിന് സമയപരിധി ഉണ്ടാകില്ലെന്നും US പ്രതിരോധ സെക്രട്ടറി ഇറാന് മുന്നറിയിപ്പ് നൽകി. Indefinitely, the United States Navy can maintain a blockade like that because we'll rotate ships in and out as we have and we'll continue to. And it's no other nation on earth, no other Navy on earth has the capability to have a wall of steel like the US Navy and then the willingness to use it as we have. So Iran knows it can't get in and out on this blockade, and they know that there's no timeline on it either. We'll hold it as long as we need to. പശ്ചിമേഷ്യയിൽ വിന്യസിച്ച US വിമാനവാഹിനി കപ്പൽ അബ്രഹാം ലിങ്കണുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചരണങ്ങൾ US സെൻട്രൽ കമാൻഡ് തള്ളി. കപ്പലിൽ നിയോഗിച്ച ഒരു സൈനികനും ഇതുവരെ മരണപ്പെട്ടിട്ടില്ലെന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഓഗസ്റ്റ് 3 ഒരു നാവികൻ അബദ്ധത്തിൽ കടലിൽ വീണു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നും സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. 260 ദിവസമായി കടലിൽ തുടരുന്ന അബ്രഹാം ലിങ്കണിലെ സൈനികർ തൃപ്തരെന്നും സെൻട്രൽ കമാൻഡ് വിശദീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.